ഹായ് ഫ്രണ്ട്സ്, ടെക് ഫോർ മൈക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് ഇയറിലെ രണ്ടാമത്തെ ലാബായ ലാബ് 18-ലെ ആക്ടിവിറ്റി 1ഉം ആക്ടിവിറ്റി 2 ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്ടിവിറ്റി 1 എന്ന് പറയുന്നത് 1 ഓൺ 2 ഫങ്ഷൻസ് ജിയോജിബ്രയുടെ സഹായത്താൽ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ക്ലാസ്സിൽ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണ്. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി ഇതാണ് പറയുന്നത്. 1 to 1 ആണ് ഓൺ 2 ഫങ്ഷൻസ്. 1 ഓൺ 2 ഫങ്ഷൻസും നമ്മൾ ജിയോജിബ്ര ഉപയോഗിച്ച് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെ 3-4 സ്റ്റെപ്സ് പറയുകയാണ്. ഈ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ അപ്ഡേറ്റ് തയ്യാറാക്കുക. രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ അപ്ഡേറ്റ് ഉപയോഗിച്ച് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് 1 ഓൺ 2 ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ അപ്ഡേറ്റ് എങ്ങനെ തയ്യാറാക്കാം അതിൻ്റെ സ്റ്റെപ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. മാനുവലുള്ളത് തന്നെയാണ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ടു എസ്കോൻ്റെ ഗ്രാഫ് വരയ്ക്കുക. അതിന് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുക. എ എന്ന് പറയുന്നത് അതിനുശേഷം 0a എന്ന് പറയുന്ന പോയിന്റ് ഡ്രോ ചെയ്യുക. 0a എന്തിനാണെന്നൊക്കെ ഞാൻ പിന്നീട് ഡിസ്കഷനിൽ വരുമ്പോൾ പറയാം. പിന്നീട് നമ്മൾക്ക് ആ പോയിന്റിൽ കൂടി y ആക്സിന് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരയ്ക്കുക. ആ ലൈനും നമ്മുടെ കർവ് മീറ്റ് ചെയ്യുന്ന ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഇത്രയും നമുക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ ജിയോജിബ്ര ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ടിൽ x² ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് എസ്ക്വയറിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഒരു ഗ്രാഫാണ്, ഫങ്ഷനാണ്. നമുക്കറിയാം ഒരു ഫങ്ഷൻ 1 എന്ന് പറഞ്ഞാൽ എന്താണ്. ഇപ്പം എയിൽ നിന്നും ബിയിലോട്ടൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തു. അത് 1 എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരു ഫങ്ഷൻ 1 ആവണമെങ്കിൽ നമുക്ക് പലതരത്തിലും പറയാൻ പറ്റും. നമുക്ക് പറയാം ഡൊമൈനിലെ എല്ലാ എലമെൻറ്റ്സിനും യുണീക്ക്, അതായത് ഡിസ്റ്റിൻ്റ് പ്രീ ഇമേജസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ 1 എന്ന് പറയാൻ പറ്റും. ഒരേ ഒരു ഇമേജ്, അതായത് ഡിസ്റ്റിൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പറയാം കോഡൊമൈനിലെ ഓരോ എലമെൻറ്റിനും, കോഡൊമൈനിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും അതിന് ഒന്നിലധികം പ്രീ ഇമേജ് വരാൻ പാടില്ല. ഒന്നിലധികം പ്രീ ഇമേജ് പറ്റത്തില്ല. അപ്പം അതാണ് നമ്മളിവിടെ, ഈ ആശയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മളോട് പറയാം, നമ്മൾ കോഡൊമൈനിലെ ഒരു എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ അതിന് ഒന്നിലധികം പ്രീ ഇമേജ് വരാൻ പറ്റത്തില്ല. അപ്പം ഇത് വെച്ചാണ് ഞാനിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നോക്കാം. നമുക്കതിന് വേണ്ടി ഇപ്പം 1 എന്താണെന്ന് മനസ്സിലായല്ലോ. ഈ 1 ഇത് 1 ആണോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അപ്പോൾ കോഡൊമൈൻ നമുക്ക് പറയാം. കോഡൊമൈൻ എന്ന് പറയുന്നത് എപ്പോഴും y ആക്സിസും ഡൊമൈൻ എന്ന് പറയുന്നത് x ആക്സിസുമാണ്. അപ്പോൾ നമുക്കിപ്പം കോഡൊമൈനിലെ ഒരു പോയിൻ്റാണ് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ y ആക്സിലെ പോയിൻ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ആ പോയിൻ്റ് എടുക്കുമ്പോൾ ജനറൽ പോയിൻ്റായിട്ട് എടുക്കുക. അപ്പോൾ ജനറൽ പോയിൻ്റായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്ലൈഡർ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ എ എന്ന് പറയുന്ന സ്ലൈഡർ, അതിൻ്റെ 0 ഞാൻ അതിൻ്റെ പോയിൻ്റ് 0, 1 എന്ന് പറയുന്ന ഇൻക്രിമെൻറ്റ് കൊടുക്കുന്നു. എന്നിട്ട് നമുക്ക് y ആക്സിൽ ഒരു പോയിൻ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം 0,a എന്നെടുക്കും. അപ്പോൾ നമുക്ക് ഇത് മൂവ് ചെയ്യുമ്പോൾ ഈ പോയിൻ്റ് മൂവ് ചെയ്യും, അല്ലെങ്കിൽ ഈ പോയിൻ്റ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് മൂവിങ് ടൂൾ എടുത്ത് സാധിക്കത്തുള്ളൂ. എന്നിട്ട് നമ്മളടുത്ത് പറയുന്നുണ്ട് ഈ പോയിന്റിൽ കൂടി y ആക്സിന് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരയ്ക്കുക. പെർപെൻഡിക്കുലർ ടൂൾ എടുക്കുക. ഈ പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ലൈനിൽ ക്ലിക്ക് ചെയ്യുക. തിരിച്ചായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു ലൈൻ കിട്ടി. ആ ലൈനിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കണം. അത് ഇൻ്റർസെക്റ്റിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ആ കർവിലും ആ ലൈനിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടി. വേണമെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ നമുക്ക് മാറ്റാം. അത് ആവശ്യമുള്ളവർ മാത്രം ചെയ്യുക. കളർ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മൂവ് ചെയ്യാം. അതുപോലെ സ്ലൈഡറിൽ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം എ എന്ന് പറയുന്നത് ഞാൻ കോഡൊമൈനിലെ പോയിൻ്റാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഇമേജസ് ആണ്, പ്രീ ഇമേജസ് ഉണ്ട്.
ശരിയല്ലേ? കർവിലെ പോയിന്റ് രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഇത് 1 1 ആണോ? അല്ല. അപ്പോൾ ഇതിനെ നമുക്ക് 1 1 പറയാൻ സാധിക്കത്തില്ല. ഞാൻ ഇതിന് പകരം ഞാൻ എസ് ക്യൂബ് എന്ന് നോക്കാം. എസ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിന് ഞാൻ ഈ ഫംഗ്ഷനെ റീഡിഫൈൻ ചെയ്യുക. റീഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കർവിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. നമുക്ക് ഈ എസ് സ്ക്വയർ മാറ്റിയിട്ട് എസ് ക്യൂബ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അപ്പോൾ അതാണ് റീഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിൾ ക്ലിക്കാണ്, സിംഗിൾ ക്ലിക്ക് ആയെന്ന് വരത്തില്ല. എന്നിട്ട് നമുക്ക് ഈ പോയിന്റ് നോക്കിയേ. ഇവിടെ പക്ഷേ ഏതൊരു പോയിന്റ് എടുത്താലും എയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇവിടെ കിട്ടുന്ന ഗ്രാഫിൽ ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പേര് പറയാം? 1 1 എന്ന് പറയാം. അപ്പോൾ ഇത് എസ് ക്യൂബ് എന്ന് പറയുന്നത് 1 1 ആണ്. പക്ഷേ എസ് സ്ക്വയർ എന്തല്ല? 1 1 അല്ല എന്ന് പറയാം. അപ്പോൾ 1 1 എന്താണ് നമ്മൾ മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഗ്രാഫില്ലാതെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി എന്താണ് ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ പറഞ്ഞാൽ എന്താണ്? അത് നമുക്ക് പറയാം. ഓൺ ടു ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ കോഡൊമൈനിലെ എല്ലാ എലമെൻസിനും ഡൊമൈനിൽ നിന്നും എന്ത് വേണം? പ്രീ ഇമേജസ് വേണം. ശരിയില്ല? അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇവിടെ ഗ്രാഫ് ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം കോഡൊമൈനിലെ ഓരോ എലമെൻസിനും ഗ്രാഫിൽ നിന്നും പ്രീ ഇമേജസ് വേണം. പ്രീ ഇമേജസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇല്ലേ എല്ലാ അവിടെ കോഡൊമൈൻ റിയൽ നമ്പറാണ്. റിയൽ നമ്പർ എടുക്കുകയാണെങ്കിൽ എല്ലാ റിയൽ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രീ ഇമേജ് വേണം. അങ്ങനെയാണ് നമ്മൾ ഓൺ ടു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് ഓൺ ടു ആണോ? ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇത് എസ് സ്ക്വയർ എടുക്കുമ്പോൾ ഇത് നോക്കിയേ. ഇവിടെയൊക്കെ വരുമ്പോൾ ഓൺ ടു ആണ്. കാരണം 2 ഇമേജ് വന്നാലും ഓൺ ടു ആണ്. ഇനി പക്ഷേ അതിൻ്റെ നെഗറ്റീവ് പാർട്ട്, വൈ ആക്സിൻ്റെ നെഗറ്റീവ് പാർട്ടിലോട്ട് പോകുമ്പോൾ അത് ഓൺ ടു അല്ല. അപ്പം ഇറ്റ് ഈസ് നോട്ട്. അപ്പോൾ ഈ എസ് സ്ക്വയർ എന്ന് പറയുന്നത് നോട്ട് ഓൺ ടു എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. 1 1 ഓൺ ടു എന്താണ്? ഇതെല്ലാം കോഡൊമൈനിൽ നിന്നുമാണ് നമ്മൾ ഓരോന്നും ഡിഫൈൻ ചെയ്യുന്നത്. മനസ്സിലാക്കുക. നമ്മൾ തിയറി പറയുമ്പം തിരിച്ചും പറയും. എന്നാലും നമുക്കത് ഗ്രാഫിൽ കൂടി പറയാൻ എളുപ്പം ഇതാണ്. നമുക്കിങ്ങനെ പറയാം ഇത് ഓൺ ടു ആണ്. ഞാനിത് റീഡിഫൈൻ ചെയ്തിട്ട് ഇവിടെ എസ് ക്യൂബ് കൊടുക്കുന്നു. എസ് ക്യൂബ് എന്ന് പറയുന്നത് ഓൺ ടു ആണോ നോക്കാം. നമ്മൾ നേരത്തെ കണ്ടതാണ്, അത് ഓൺ ടു ആണ്. അത് ഏത് കോഡൊമൈനിലെ ഏത് നമ്പർ എടുത്താലും പോയിന്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിന്റ് നമുക്ക് ഗ്രാഫിൽ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് ഓൺ ടു എന്ന് പറയാൻ പറ്റും. അപ്പോൾ എസ് സ്ക്വയർ എന്ന് പറയുന്നത് ഓൺ ടു ആണ്. എസ് സ്ക്വയർ എന്ന് പറയുന്നത് 1 1 ഓൺ ടു അല്ല. എസ് ക്യൂബ് എന്ന് പറയുന്നത് 1 1 ഓൺ ടു ആണ്. ഇത് നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി എസ് സ്ക്വയർ മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ എസ് ക്യൂബ് എന്ന് പറഞ്ഞേ ഉള്ളൂ. അതിൻ്റെ ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ ഒബ്സർവേഷനിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രോബ്ലം പറയുന്നത് ഇതാണ്. ഈ ഫോർ എനി വാല്യൂ ഓഫ് എയുടെ ഏത് വാല്യൂ കൊടുത്താലും the line meets the curve at more than 1 point. Can we say whether the function 1 to 1 or not y? എന്ന് വെച്ചാൽ നമ്മൾ എക്ക് ഏതൊരു വാല്യൂ കൊടുക്കുമ്പോഴും ഈ ലൈൻ കർവിൽ ഒന്നിലധികം മോർ ദാൻ 1 പോയിന്റിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് 1 1 ഓൺ ടു ആണെന്ന് പറയാൻ പറ്റുമോ എന്ന് വെച്ച്. 1 പോയിന്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? 1 1 ഓൺ ടു എന്ന് പറയാം. ഇത് 1 1 ഓൺ ടു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 1 1 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇത് 1 1 കേസാണ്. ഇതൊരു ജനറൽ കേസാണ്. നമുക്ക് ഗ്രാഫ് വരയ്ക്കുന്നതിന് മുമ്പേ നമുക്ക് ഉപയോഗിക്കുന്ന കാര്യമാണ് ഇത് പറയുന്നത്. പിന്നെ അടുത്ത അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം ഫോർ നോട്ട് 1 to 1 എന്ന് പറയാം. സിൻസ് ദർ ആർ 2 ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ്, 2 ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഈച്ച് വാല്യൂ ഇൻ ഡൊമൈൻ ഹാസ് 2 y കോർഡിനേറ്റ്സ് എന്ന് നമുക്ക് പറയാനൊക്കെ പറ്റും. അടുത്ത കാര്യം എന്ത് പറയാം? ഈ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എ ദ ലൈൻ മീറ്റ് ദ കർവ് അറ്റ് ലീസ്റ്റ് 1 point and we say whether the function on to or not to y. എന്ന് വെച്ചാൽ ഏതൊരു വാല്യൂ കൊടുക്കുമ്പോഴും അതിന് ആ ലൈൻ ആ കർവിൽ അറ്റ്ലീസ്റ്റ് 1 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. ഏറ്റവും കുറഞ്ഞ ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നിൽ കൂടുതലാവാം. എങ്കിൽ അതിനെ ഓൺ ടു എന്ന് പറയാൻ പറ്റും. ഓൺ ടു അല്ലെങ്കിൽ ഓൺ ടു ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഈ അറ്റ്ലീസ്റ്റ് 1 കൊണ്ട് ഏറ്റവും കുറഞ്ഞ ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റിലെങ്കിലും മീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്കതിനെ ഓൺ ടു എന്ന് പറയാം. ശരിയല്ലേ? ഇതൊരു ജനറൽ കേസാണ്. പിന്നീടാണ് നമ്മൾ അപ്ലറ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പം നമുക്കിങ്ങനെ പറയാം
Yes, we can say that the function is onto since all the elements in the codomain have pre-images. അത് അറ്റ്ലീസ്റ്റ് വൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറയാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, യൂസിങ് എബോവ് അപ്ലെറ്റ് സേ വെദർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് എബോവ് ഈസ് 1 to 1 ഓർ നോട്ട്. നമുക്കറിയാം സ്ക്വയർ ആയാൽ 1 1 ഓൺ 2 അല്ല, അല്ലെ 1 to 1 അല്ല, അല്ലെങ്കിൽ ഓൺ 2 അല്ല എന്ന് പറയാം. അപ്പോൾ ഇതിനെ നമുക്ക് ആക്ടിവിറ്റി 18.1 ആയിട്ട് സേവ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്നത് നമുക്കത് ഈ ലൈൻ ഇല്ലാതെ തന്നെ നമുക്കൊരു ജിയോജിബ്ര ഉപയോഗിച്ച് നമുക്കൊരു ഗ്രാഫ് ഒബ്സർവ് ചെയ്ത് അതോ 1 1 ഓൺ 2 ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, സാധിക്കും നമുക്ക്. എന്നാലും ഇവിടെ നമ്മൾ അങ്ങനെ അല്ല ചെയ്യുന്നത്, നമ്മൾക്ക് ഈ ലൈൻ വരച്ച് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ആക്ടിവിറ്റി 18.2. ആക്ടിവിറ്റി 18.2 എന്ന് പറയുന്നത് അത് തന്നെയാണ്, 1 1 ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച അപ്ലെറ്റ് ഉപയോഗിച്ച് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്ത എഫിന് ആ ഫംഗ്ഷൻ, എന്നിട്ട് നമ്മൾ അതിൻ്റെ ഓരോ ഫംഗ്ഷൻ 1 1 ഓൺ 2 ആണോ എന്ന് കൂടി കണ്ടുപിടിക്കുന്നു. അതിൻ്റെ കൂടെ അതിൻ്റെ റേഞ്ചും കണ്ടുപിടിക്കും. റേഞ്ചൊക്കെ നമ്മൾ പിന്നീട് ഗ്രാഫ് നോക്കി കണ്ടുപിടിക്കാം. പിന്നീട് ആവശ്യമുള്ളതുകൊണ്ടാണ് ഇവിടെ റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സ്ക്വയർ കണ്ടുപിടിച്ച് നമുക്കിതിൻ്റെ ഓൺ 2 ആണ്. ഇത് നോ, ഇവിടെ 1 to 1 നോ, ഇവിടെ ഇത് നോയാണ്. റേഞ്ച് നമുക്ക് 0 to ഇൻഫിനിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും ഇല്ലേ. നമുക്ക് എസ് ക്യൂബ്, അതുപോലെ മോഡ് എക്സ്, എസ് സ്ക്വയർ പ്ലസ് 2 ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നേരത്തെ അപ്ലെറ്റ് തന്നെയാണ്. നമ്മളിപ്പം ഇവിടെ എസ് ക്യൂബ് നമ്മൾ എസ് സ്ക്വയറും ചെയ്ത് കഴിഞ്ഞ് ഇനി മോഡ് എക്സ്, അപ്പോൾ ഇവിടെ എസ് ക്യൂബ് എടുക്കുമ്പോൾ ഇത് 1 1 ഓൺ 2 ആണ്. അപ്പോൾ അവിടെ 2 എസ് കൊടുക്കാം. ഇതിൻ്റെ റേഞ്ച് എന്ത് പറയും? റേഞ്ച് എന്ന് പറയുന്നത് ഈ ഗ്രാഫ് അല്ലയോ പോന്നാൽ നോക്കിയാൽ മതി എന്ന് പറയാൻ പറ്റും. റേഞ്ച് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സാണ്. അതായത് ഏതൊരു ഈ വൈ ആക്സിൽ നിന്നുമാണ് ഇതിൻ്റെ ഈ വാല്യൂ കിട്ടും നമുക്ക്. റേഞ്ച് എന്ന് പറയുന്നത് ഈ വൈ ആക്സിൽ നിന്നുമാണ് കിട്ടുന്നത്. നമുക്കിപ്പോൾ ഏതൊരു വാല്യൂയും കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ഉള്ളത് കൊണ്ട് നമുക്കിവിടെ റിയൽ നമ്പേഴ്സ് എന്ന് പറയാൻ പറ്റും. റിയൽ നമ്പറാണ് ഇവിടുത്തെ റേഞ്ച് എന്ന് പറയാം. അതിൻ്റെ അടുത്ത് നമുക്ക് ഫംഗ്ഷൻ നോക്കാം. അതിന് വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫംഗ്ഷൻ എഫിനാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് അതിന് ആദ്യത്തെ കൊടുക്കുന്നു ABS X. നമുക്ക് ABS X എന്നോ നമ്മുടെ കീബോർഡിൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് എൻ്ററിൻ്റെ മുകളിൽ ഒരു സ്ലാഷ് ഉണ്ട്. ആ സ്ലാഷ് ക്ലിക്ക് ചെയ്ത് മോഡ് എക്സ് വേണേൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. അതിന് നമ്മളിവിടെ വരുമ്പോൾ ABS X എന്ന് വരും. എന്നാലും നമുക്ക് അങ്ങനെയും ടൈപ്പ് ചെയ്യാൻ പറ്റും. അതായത് കീബോർഡിൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്ററിൻ്റെ മുകളിലുള്ള സ്ലാഷ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മോഡാണ്. മോഡിൻ്റെ ലെഫ്റ്റ് ലൈനാണ്. എന്നിട്ട് എക്സ് ടൈപ്പ് ചെയ്യുക. വീണ്ടും ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്ലാഷ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ മോഡ് നമ്മുടെ കിട്ടും. സാധാരണ നമ്മൾ എഴുതുന്ന മോഡ് കിട്ടും. എന്നിട്ട് എൻ്റർ അടിക്കുമ്പം വരുന്നത് ABS X ആയാലും ഗ്രാഫ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമുക്കിതിനെ നോക്കിയാൽ തന്നെ ഇത് ഞാൻ നേരത്തെ മൂവ് ചെയ്യാൻ നോക്കിയപ്പോൾ മൂവ് ചെയ്യാത്തതിൻ്റെ കാരണം നമ്മളിവിടെ മൂവിങ് ടൂളല്ല സെലക്ട് ചെയ്ത് കിടന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി മൂവ് ചെയ്താൽ നമുക്കറിയാം ഇവിടെ 2 ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ആണുള്ളതെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ശരിയല്ല? അപ്പോൾ ഇത് നമുക്ക് പറയാൻ പറ്റും. ഇത് 1 1 അല്ല, ഓൺ 2 അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഗ്രാഫ് നോക്കി നമുക്ക് പറയാവുന്ന കാര്യമാണ്. അതുപോലെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് എസ് സ്ക്വയർ പ്ലസ് 2 ആണ്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ, വളരെ എളുപ്പമാണ്. നമുക്കിവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് 2 കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇത് നോക്കി പറയാൻ പറ്റും. ഇത് 1 1 ഓൺ 2 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് 1 1 ഓൺ 2 അല്ല, കാരണം നിങ്ങൾക്കറിയാം. പക്ഷെ ഇതിൻ്റെ റേഞ്ച് എങ്ങനെ പറയും? അതായത് ഇവിടെ 2ന് മുകളിലോട്ട് ഗ്രാഫ് വരുന്നുള്ളൂ നമുക്ക് പറയാം. അപ്പം 2 to ഇൻഫിനിറ്റി 2 ഉൾപ്പെടുന്നുണ്ട്. അപ്പം ക്ലോസ്ഡ് ഇൻ്റർവെൽ 2 to ഇൻഫിനിറ്റി, ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവെൽ 2 to ഇൻഫിനിറ്റി നമുക്ക് പറയാൻ പറ്റും. അത് നമ്മൾ
നോട്ട് ചെയ്താൽ മതിയത്. എങ്കിൽ അടുത്ത പറയുന്നത് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് നോക്കി പറയാൻ പറ്റും. ഇതും ഇത് പരാബോള ആണെങ്കിൽ ഒരിക്കലും അത് 1 1 2 ആവത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ 2 വാല്യൂ തന്നെയാണ് വരുന്നത്. ഇത് 1 1 അല്ല, 1 2 അല്ല. അതുകൂടാതെ ഇതിൻ്റെ റേഞ്ച് പറയുകയാണെങ്കിൽ നമുക്ക് -1 to ഇൻഫിനിറ്റി എന്ന് പറയാം. ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ -1 to ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് s³ - 3a². അപ്പം ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമുക്ക് നോക്കാം. ഇത് 1 1 അല്ല, ശരിയല്ല? 1 1 ആവുമോ? അല്ല, കാരണം ഇവിടെ 3 പോയിൻ്റാണ് വരുന്നത് ഇത്രയും ഭാഗത്ത്. ഇവിടെയൊക്കെ വരുമ്പോൾ അത് 1 1 ആണ്, പക്ഷേ നമുക്ക് എല്ലാ പോയിന്റിലും അങ്ങനെ ആയിരിക്കണം. ഇത് ഓൺ ടു ആണോ? ഓൺ ടു ആണ്. ഇവിടെ പക്ഷേ -1 ഉം 3ക്കും ഇടയിൽ ഒന്നിലധികം പ്രീ ഇമേജസ് വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്കത് ഓൺ ടു എന്ന് പറയാൻ പറ്റും, പക്ഷേ അത് 1 1 അല്ല, ശരിയല്ലേ? നെക്സ്റ്റ് അതിൻ്റെ റേഞ്ച് പറയുമ്പം ഇത് റിയൽ നമ്പർ തന്നെ പറഞ്ഞാൽ മതി. റിയൽ നമ്പർ ആയിരിക്കും ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് x⁴ - 2a² + 2 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇത് 1 1 അല്ല, ഓൺ ടു അല്ല. കാരണം നമുക്കിത് ഗ്രാഫ് നോക്കി പറയാൻ പറ്റും. ഇതിൻ്റെ റേഞ്ച് പറയുകയാണെങ്കിൽ 1 to ഇൻഫിനിറ്റി എന്ന് പറയാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ 3 sin x ആണ് അടുത്തതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ 3 sin x ടൈപ്പ് ചെയ്യുക. 3 sin x. അപ്പോൾ നമുക്കിത് 1 1 അല്ല, ഓൺ ടു അല്ല എന്ന് പറയാൻ പറ്റും. നമുക്ക് ഒരുപാട് പോയിന്റുകൾ ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ നോട്ട് 1 1 നോട്ട് 2 എന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ റേഞ്ച് പറയുമ്പോൾ എങ്ങനെ പറയാം? റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ് ഇൻ്റർവൽ -3 3 ആയിരിക്കും. നമുക്ക് ഈ ഗ്രാഫ് നോക്കി പറയാവുന്ന കാര്യമുള്ളൂ. -3 3 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒബ്സർവേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒബ്സർവേഷൻ നമുക്ക് ഇങ്ങനെ പറയാം, ഉണ്ടോ? ഇനി ഇത് കൂടാതെ നമുക്കൊരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. The following functions are defined from a subset of the set of real numbers. Say whether they are 1 to 1 or 1 to. Find their range. അപ്പോൾ ഒന്നാമത് പറഞ്ഞ ഇതാണ്. ഇത് നമ്മുടെ tan x ആണ്. ഇതൊക്കെ കണ്ടാൽ പേടിക്കാൻ വേണ്ട. നമ്മൾ tan വാല്യൂ കൊടുക്കുമ്പോൾ π/2ൻ്റെ മൾട്ടിപ്പിൾ ഒഴിവാക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം tan x ആണ്. അത് 1 1 1 2 ആണെന്ന് നോക്കണം. എന്നിട്ട് അതിനെ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്തേക്കുവാണ്. പക്ഷേ ഇവിടെ പറയുമ്പോൾ അത് π/2നും -π/2നും π/2നും ഇടയിൽ വരുന്നതാണ് എക്സ് എന്ന് കാണിക്കാൻ വേണ്ടി, ഒരു ഡൊമൈൻ എന്ന് കാണിക്കുവാണ് ഇവിടെ. അപ്പോൾ നമുക്കത് നോക്കാം. അത് ഇവിടെ തന്നെ കൊടുത്താൽ മതി. നമുക്കിവിടെ tan x തന്നെ കൊടുക്കുക. അപ്പോൾ ഇതാണ്. ഇത് 1 1 1 2 ആണ്. ഇത് 1 1 അല്ല, കാരണം നമുക്കറിയാം ഈ ലൂപ്പ് ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 1 1 അല്ല. പക്ഷേ ഇത് ഓൺ ടു ആണ്. റേഞ്ച് റിയൽ നമ്പേഴ്സും ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് പറയുന്നത്, ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കൊടുത്ത് റീഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ അത് ഇവിടെ കൊടുത്ത് കോമ ഇട്ടിട്ട് നമുക്കിവിടെ കണ്ടീഷൻ പറയാം. കണ്ടീഷൻ എന്ന് പറയുന്നത് -π/2 ലെസ് താൻ x ലെസ് താൻ π/2 എന്ന് ടൈപ്പ് ചെയ്താൽ എൻ്റർ അടിച്ചാൽ നമുക്ക് ഗ്രാഫ് കിട്ടും. അപ്പോൾ ആ -π/2നും π/2ൻ്റെ ഇടയിൽ വരുന്നത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് വേണമെങ്കിൽ നമുക്കത് π/2 ഒക്കെ കാണണമെങ്കിൽ നമുക്കിവിടെ എക്സ് ആക്സിൻ്റെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാം. അതിന് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഗ്രാഫിക്സിൽ നമ്മൾ എക്സ് ആക്സിസ് എടുത്തിട്ട് അവിടുത്തെ ഡിസ്റ്റൻസ് മാറ്റി കൊടുക്കുക. ഡിസ്റ്റൻസ് π/2 കൊടുത്താൽ നമുക്കിതുപോലെ അതിൻ്റെ ആ π/2ൻ്റെ ഇടയിലാണ് നമുക്ക് കാണാൻ സാധിക്കും.
മൈനസ് പൈ ബൈ ടുവിനും പൈ ബൈ ടുവിനും ഇടയിലുള്ള ഇത് 1 1 1 2 ആണ്. നമുക്ക് നേരത്തെ നമ്മൾ കണ്ട എക്സ് ക്യൂബിൻ്റെ ഫംഗ്ഷനുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കാം. ഇത് നമുക്ക് 1 1 1 2 എന്ന് പറയാൻ പറ്റും. ഇതിൻ്റെ റേഞ്ച് റിയൽ നമ്പർ തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് വൺ നോക്കാം. അടുത്ത എസ് സ്ക്വയർ പ്ലസ് 2 ആണ്. പക്ഷേ അവിടുത്തെ ഇൻ്റർവെൽ പറയുന്നത് 0 ഏതാണ് 0 to ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം ഇത് പോസിറ്റീവ് വാല്യൂ ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ മതി. അത് പലതരത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഒന്ന് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ ഈ ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ മാറ്റി കൊടുക്കാം. ഇവിടെ നമ്മൾ ഇവിടെ എസ് സ്ക്വയർ പ്ലസ് 1 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് കോമ ഇട്ടിട്ട് അവിടുത്തെ കണ്ടീഷൻ കൊടുക്കുക എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഗ്രാഫ് ഇങ്ങനെ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇത് 1 1 1 2 ആണെന്ന് ചോദിച്ചേക്കുന്നത്. ഇത് 1 1 1 2 അല്ല എന്ന് നമുക്കറിയാം. പക്ഷെ നമുക്കത് 1 1 1 2 ആണോ? കാരണം നമ്മുടെ പറഞ്ഞിരിക്കുന്നത് 0 to പോസിറ്റീവ് വാല്യൂസ് ആണ്. ഇവിടുത്തെ മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നു എൻ്റെ റിസൾട്ട് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ട് ഇതാണ്. ഇത് നമുക്ക് പറയാം ഇത് 1 1 ആണ്, പക്ഷേ 1 2 അല്ല. കാരണം 1 1 ആവാൻ കാരണം അത് പോസിറ്റീവ് വാല്യൂസാണ് ഇവിടെ പറയുന്നത്. പോസിറ്റീവ് വാല്യൂസ് ഇവിടെ മാത്രമേ ഉള്ളൂ. ഡൊമൈൻ വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വാല്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കത് 1 1 ആണെന്ന് പറയാം. ഒറ്റ ഇമേജ് വരത്തുള്ളൂ. പക്ഷെ ഇത് 1 2 അല്ല. കാരണം ഇത് താഴോട്ട് വരുമ്പോൾ ഇവിടെ പ്രീ ഇമേജസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് പറയുമ്പോൾ നമുക്ക് 1 to ഇൻഫിനിറ്റി എന്ന് പറയാം. അടുത്ത നമ്മുടെ അടുത്ത് പറയുന്നത് ഇവിടെ ഒരു കോഷ്യൻ്റ് ഫംഗ്ഷനാണ് എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3 എന്ന് പറയുന്നതാണ്. അത് ടൈപ്പ് ചെയ്ത് നോക്കാം. ബ്രാക്കറ്റിൽ കൊടുക്കുക നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ. രണ്ട് ഫംഗ്ഷൻ വരുന്നത് എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ്, അതും ബ്രാക്കറ്റിൽ കൊടുക്കുക. എക്സ് മൈനസ് 3 എന്ന് കൊടുക്കുക. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് 1 1 ആണോ? ഇത് 1 1 ആണ്, 1 2 ആണ്. പക്ഷേ നമുക്കിവിടെ റേഞ്ച് എന്ന് പറയുമ്പോൾ സെറ്റ് R-1 ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് 1 ഇല്ലല്ലോ എന്ന് പറയാം? കാരണം ഇവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന കോഡൊമൈനിൽ 1 ഇല്ല. അതുകൊണ്ട് നമുക്കിത് 1 1 1 2 എന്ന് പറയാൻ പറ്റും. കോഡൊമൈനിലെ നമ്മളിവിടെ ഗ്രാഫ് നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ 1 വരുന്നില്ല. ഇവിടെ വരുമ്പോൾ 1 ആ ഗ്രാഫിൽ വരുന്നില്ല. പക്ഷെ നമ്മുടെ കോഡൊമൈന് ഡിഫൈൻ ചെയ്തേക്കുന്ന 1 നമുക്ക് ആ സെറ്റിനകത്ത് വരുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഏതൊരു വാല്യൂ എടുത്താലും നമുക്കത് ഒറ്റ പ്രീ ഇമേജ് കിട്ടത്തുള്ളൂ. അതുപോലെ 1 1 അത് 1 2 ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റേഞ്ച് പറയുമ്പോൾ R-1. ഇവിടെ ഈ 1 ഒഴിച്ച് ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സും വരുന്നുണ്ട്. R-1 എന്ന് പറയാം. അടുത്തത് എക്സ് മൈനസ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നതാണ്. എക്സ് ബൈ എക്സ് പ്ലസ് 2 എന്ന് പറയുന്നതാണ്. അത് നമുക്ക് ടൈപ്പ് ചെയ്യാം ഇതേപോലെ എക്സ് ബൈ എക്സ് പ്ലസ് 2 എന്ന് കൊടുക്കുക. ഇവിടെ ഇത് തന്നെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ റൂട്ടാണ്. ഇത് 1 1 1 2 ആണ്. പക്ഷേ ഈ ഏത് പോയിന്റിനകത്ത് വരത്തില്ല 1 എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ഡൊമൈൻ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ഡൊമൈൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അങ്ങനെ വന്ന് ഡൊമൈൻ ശ്രദ്ധിക്കുമ്പോൾ -1 1 ഇടയിൽ കൊടുത്താൽ മതി. അപ്പം നമ്മളിവിടെ റീഡിഫൈൻ ചെയ്യുമ്പോൾ ഇവിടെ കോമ ഇട്ടിട്ട് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു
1 എന്ന് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രിസ്ക്രൈബ്ഡ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് 1 1 ഓൺ 2 ആണോ? അപ്പോൾ ഇത് 1 1 ആണ്, പക്ഷേ ഓൺ 2 അല്ല. കാരണം നമ്മൾ ഇത് ഇവിടെ ഇത്രയും ഭാഗത്ത് ഇതിന് കറസ്പോണ്ടിങ് ഗ്രാഫ് കിട്ടുന്നില്ല, അതുകൊണ്ട് ഓൺ 2 അല്ല എന്ന് പറയാം. ഇത്രയും ഗ്രാഫ് എന്നല്ല, റിയൽ നമ്പേഴ്സിലാണ് നമ്മൾ കോഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഏത് പോയിന്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രീ ഇമേജ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഓൺ 2 എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഇവിടുത്തെ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കും. റേഞ്ച് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ പോയിന്റ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഫംഗ്ഷൻ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. അത് ഇതാണ് ഫംഗ്ഷൻ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഗ്രാഫിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് -1നും 1നും ഇടയിലാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് മാറ്റി കൊടുക്കുക. -1 കൊടുക്കുന്നു, ഇവിടെ 1 കൊടുക്കുന്നു. അപ്പോൾ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഏത് പോയിന്റ് ആണെന്ന് നമുക്കിവിടെ അറിയാൻ പറ്റും. കണ്ടോ, മാക്സിമം പോയിന്റ് എന്ന് പറയുന്നത് 1, അതായത് പോയിന്റ് 33 നമുക്ക് 1/3 എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇത് കൊടുത്താലും മതി. അപ്പോൾ ഇത് പക്ഷേ 1 ആണെന്ന്. അപ്പോൾ റേഞ്ച് പറയുമ്പോൾ -1 to ക്ലോസ് കൺട്രോൾ -1 to 1/3 എന്ന് പറയാൻ പറ്റും. -1/3 എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ നോട്ട് ഓൺ 2 ആണ്, ശ്രദ്ധിച്ചോണം. ഇവിടെ ഓൺ 2 അല്ല, ഇതൊരു മിസ്റ്റേക്കാണ്. ഇവിടെ ഓൺ 2 അല്ല, നോട്ട് ഓൺ 2 ആണ്. അടുത്ത ഫംഗ്ഷൻ ഇതാണ് x/1 + mod x. അത് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ഡിഫൈൻ ചെയ്തേക്കുന്ന നമ്മൾ നോക്കണം. നമ്മൾ നേരത്തെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യമാണ് ഈ ഡിഫൈൻ ചെയ്തേക്കുന്ന ഇത് നോക്കണം. ഇവിടെ അതനുസരിച്ച് നമുക്കതിൽ 1 1 ഓൺ 2 ആണൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ തന്നേക്കുന്ന 2 റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് നമുക്കിവിടെ അതങ്ങ് ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റിലെ ടൈപ്പ് ചെയ്യാവുള്ളൂ, കാരണം നമുക്ക് കിട്ടത്തില്ല. 1 + mod x എന്ന് ടൈപ്പ് ചെയ്തു. ഇങ്ങനെയാണ്. ഇത് നമുക്കറിയാം, ഇത് റിയൽ നമ്പറാണ്. ഇത് റിയൽ നമ്പറാണ്. നമുക്കിവിടെ ലൈൻ നോക്കുമ്പോൾ ഇത് 1 1 ആണ്, പക്ഷേ എന്തല്ല, ഇത് ഓൺ 2 അല്ല എന്ന് പറയാം. റിയൽ നമ്പേഴ്സ് ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് ഇത് ഓൺ 2 അല്ല. 1 1 ആണ്, പക്ഷേ എന്തെല്ലാം ഒന്നല്ല. അപ്പോൾ അതിൻ്റെ റേഞ്ച് പറയാനെങ്കിൽ ഗ്രാഫ് നോക്കി പറയാൻ പറ്റും. -1നും 1നും ഇടയിലാണ്, പക്ഷേ -1നും 1 ഇല്ല. അപ്പോൾ ഓപ്പൺ ഇൻട്രോൽ -1 1 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇത് നല്ലൊരു പ്രോബ്ലമാണ്. ഇതെല്ലാം എന്ന് പറയുന്നത് 1 1 ഓൺ 2 നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഈ പ്രോബ്ലംസ്. എന്നിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, വാട്ട് ഈസ് ദ പെക്കുലിയാരിറ്റി ഓഫ് ദ റേഞ്ച് ഓഫ് ആൻ ഓൺ 2 ഫംഗ്ഷൻ. അത് ഇത് ഈ ഗ്രാഫിക് നോക്കി പറയാൻ പറ്റും ഓൺ 2 ഫംഗ്ഷൻ്റെ പെക്കുലിയാരിറ്റി എന്താണ്. അപ്പോൾ നമുക്കറിയാം ഓൺ 2 ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ എസ് വരുന്ന ഓൺ 2, അത് റേഞ്ചും അതിൻ്റെ കോഡൊമൈനും സെയിം ആയിരിക്കും, ശരിയില്ല? ഇത് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇവിടെയും അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും ഉണ്ടോ. അപ്പോൾ റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ എന്ന് പറയാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ആക്ടിവിറ്റി ഒരു ലെന്തി ആയിട്ടാണ്, കാരണം ഇത്രയും പ്രോബ്ലം ചെയ്തു നോക്കുമ്പോൾ അത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്തു നോക്കുക. സംശയങ്ങൾ ഒരുപാട് വരുന്ന ഒരു സെക്ഷനാണ് ഈ ആക്ടിവിറ്റി 18.2 ഈ രണ്ടാമത്തെ സെക്ഷനൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കാണുക. പിന്നെ അടുത്ത പാർട്ട് ഈ ലാബിൻ്റെ ആക്ടിവിറ്റി 3 4 അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പം ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.